ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവരും കാണാനും കേൾക്കാനും കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. പത്രവാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പം വ്യക്തമായിട്ട് ഇവിടെ ഇപ്പം കറണ്ട് അഫയേഴ്സ് കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പൊ എല്ലാ സുഹൃത്തുക്കളെയും ആദ്യം തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ്, ബെക്കോ, കമ്പനി ബോർഡിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഇപ്പം ബെക്കോയുടെയും വില്ലേജ് ബിൽഡിന്റെയും അല്ലെ കമ്പനി ബോർഡിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്തിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇതിനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ECDB അക്കാഡമിയിൽ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന കോഴ്സുകളൊക്കെ എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം എന്ത് ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതിന് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തില് മുഖ്യാതിഥികൾ ആരെല്ലാമാണ് എന്നുള്ളതാണ് അല്ലെ. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ ആരായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഒന്നെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ ലൂയിസ് സാന്റോസ് ഡ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡെ ലൈനറും ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആരാണ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ ലൂയിസ് സാന്റോസ് ഡ കോസ്റ്റയും, നീണ്ട പേരാണ്, അന്റോണിയോ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് യൂറോപ്യൻ കമ്മീഷണർ ആയിട്ടുള്ള ആരാണ്? ഉർസുല വോൺ ഡെർ ലൈനും ആണ്. ഇത് നീണ്ട പേരാണ്. ഒന്ന് ഉർസുലയും അന്റോണിയോ ആണെന്ന് മാത്രം മതി ഓർത്തിരിക്കുക. അപ്പം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ ലൂയിസും, അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുലയും. നിങ്ങൾക്കറിയാലോ ഉർസുല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ബാക്കിയുള്ള പേരും കൂടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത ഓപ്ഷനിൽ എന്ത് ചെയ്യുക, പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് 1950 ജനുവരി 26 അല്ലെ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന ആ സമയത്താണ് അല്ലെ. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് 1949 നവംബർ 26 അപ്പൊ എന്തുകൊണ്ട് 49 അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമ്മൾ റിപ്പബ്ലിക് ആകാൻ വേണ്ടി ജനുവരി 26 തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 ഈ പറയുന്ന ജനുവരി 26 എന്ത് ചെയ്യുന്നത്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ പൂർണ്ണ സ്വരാജിലൂടെ ഇന്ത്യ സ്വതന്ത്രമായി എന്ത് ചെയ്തിരുന്നു, ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് രവി നദിക്കരയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ദിനം നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്തായിട്ട് മാറണം, റിപ്പബ്ലിക് ദിനമായിട്ട് അവർ ആഘോഷിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനുവരി 26 എന്ത് ചെയ്തത്, റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് എന്ത് ചെയ്തു, ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായി എന്നുള്ളതാണ് അല്ലെ. കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ നമുക്കിവിടെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥിയും പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആരാണ്, പ്രാബോ സിബിയാൻഡോ ആണ് അല്ലെ. ഇപ്പൊ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന പ്രാബോ സിബിയാൻഡോ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന മുഖ്യ അതിഥി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം ഇതായിരുന്നു, 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ ആരെല്ലാമാണെന്നുള്ളതാണ്. ഒന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ ലൂയിസും, മറ്റൊന്ന് യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്, ഉർസുലയുമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരം ഏതാണ് എന്നുള്ളതാണ് അല്ലേ. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിന് ജനുവരിയിൽ വേദിയാകുന്ന നഗരം ഏതാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ന്യൂഡൽഹിയാണ്. ഇതാണത് നമ്മുടെ ന്യൂഡൽഹിയാണ്. ഇത് 4ാം തവണയാണ് എന്ത് ചെയ്യുന്നത്, ഇത് 4ാം തവണയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനമായ CS പോക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ വേദിയാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വേദിയാകുന്നുള്ളതാണ്. നോക്കി 41 രാജ്യങ്ങളിൽ നിന്ന് 61 സഭാധ്യക്ഷന്മാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിനായിട്ട്
പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് CSPOC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രസിഡൻസി presiding officers in the Commonwealth. ഓക്കെ, ഇതാണ് ഈ പറയുന്നത് എന്താ പറയുന്നത് CSPOC എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഇൻ ദ കോമൺവെൽത്ത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് CSPOC എന്നുള്ള എന്ത് ചെയ്യുന്നത് അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ എന്താണ് ഒരു കോൺഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഡൽഹിയിൽ വെച്ച് കൂടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 14 മുതൽ 16 പറയുന്ന ജനുവരി 2026 വരെയാണ് എന്ത് ചെയ്യുന്നത് ഇത് നീണ്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 1969 മുതലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് CSPOC എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നടന്നു വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിന് 2026 ജനുവരിയിലെ വേദിയാകുന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം ന്യൂഡൽഹിയാണ്. ഇത് 4ാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. CSPOC എന്താണെന്ന് ചോദിച്ചാൽ കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഇൻ ദ കോമൺവെൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, 1969 എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്ന കാര്യം കൊണ്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കാൻ. ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്താണ് നരേന്ദ്രമോദിയാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നുള്ള കന്യാത്ര പൂർത്തിയാക്കിയ ശേഷം മസ്കറ്റിലെത്തിയ ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണ് എന്നുള്ളതാണ്. അല്ലെ, ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നുള്ള കന്യാത്ര പൂർത്തിയാക്കിയ ശേഷം മസ്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണെന്നുള്ളതാണ്. ഏതാണത്? INS കൗണ്ടന്യാണ്. അല്ലെ, ഏതാണത്? INS കൗണ്ടന്യാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും INS കൗണ്ടന്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് എന്തിലൂടെയാണ്? ഈ പറഞ്ഞ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഷിപ്പാണ്. അല്ലെ, ഈ പറയുന്ന പഴയ കാലങ്ങളിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഹെറിറ്റേജ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ മാറിടൈം ഹെറിറ്റേജ് കാണിക്കുന്ന ഒരു ഒരു ഷിപ്പാണ് ഈ പറയുന്ന INS കൗണ്ടന്യ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലാണ് എന്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരിക്കും. ഈ പറയുന്ന അജന്ത ഗുഹകളിൽ കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഷിപ്പാണ് എന്തെന്ന് പറയുന്നത് INS കൗണ്ടന്യ എന്ന് പറയുന്നത്. അല്ലെ, അതിന്റെ ഫ്രണ്ടായിട്ട് ഒരു പക്ഷിയുടെ 2 തലയുള്ള ഒരു പക്ഷിയുടെ ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പക്ഷി നമുക്ക് ഈ പറയുന്ന ആന്ധ്രയുടെയൊക്കെ പറയുന്നവരുടെ ചിഹ്നത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അല്ലെ, അപ്പം അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട മുദ്വാൻഡ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് പ്രധാനമായിട്ടും. ഓക്കെ, പക്ഷിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മാർട്ടൈം ഹെറിറ്റേജ് കാണിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറയുന്നത്. ഇത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി എങ്ങോട്ടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? മസ്കറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും കന്യാത്ര പൂർത്തിയാക്കിയ ശേഷം മസ്കറ്റിലെത്തിയ ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് INS കൗണ്ടന്യാണെന്ന് എന്ത് ചെയ്യാം ഓർത്തിരിക്കുക. ഓക്കെ, INS കൗണ്ടന്യാണ് ഈ പറയുന്ന 5th സെഞ്ചുറിയിൽ മറ്റു ഈ പറയുന്ന അജന്ത കേവ്സിൽ മറ്റേ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള എവിഡൻസിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെറ്റല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് പുതിയ സംരംഭത്തിലേക്കാണ് ഇന്ത്യ അടുത്തിടെ ക്ഷണിച്ചത് എന്നുള്ളതാണ്. അല്ലേ, എന്താണ് ചോദ്യം? ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അല്ലെങ്കിൽ ഏത് പുതിയ സംരംഭത്തിലേക്കാണ് ഇന്ത്യ അടുത്തിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതാണത്? പാക്സ് സിലിക്ക എന്നുള്ളതാണ്. എന്താണത്? പാക്സ് സിലിക്ക എന്നുള്ളതാണ്. ഓക്കെ, പാക്സ് സിലിക്ക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിലേക്ക് ഇന്ത്യ അടുത്തിടെ ക്ഷണിച്ചത് എന്തിലേക്കാണ് വിളിച്ചത്? ഈ പറഞ്ഞ പാക്സ് സിലിക്കയിലാണ് വിളിച്ചത്. പാക്സ് സിലിക്ക. ഓക്കെ, നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടർ മേഖലയിൽ ഈ പറയുന്ന സിലിക്കൺ അല്ലെ എത്രത്തോളം ഈ പറയുന്ന റോൾ ഉണ്ടെന്നുള്ള ആരും അറിയായിരിക്കും അല്ലെ. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ സെമി കണ്ടക്ടർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ആരാണത്? ചൈനയാണ് അല്ലെ. ചൈനയാണ് എന്ത് ചെയ്യുന്നത്? സെമി കണ്ടക്ടറുകൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. മറ്റൊന്ന് തായ്വാനാണ് അല്ലെ. തായ്വാനാണ് ഈ പറഞ്ഞ ചിപ്പ് നിർമ്മാണത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? തായ്വാനാണ് അല്ലെ. തായ്വാനൊക്കെ അടുത്തിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. തായ്വാനൊക്കെ എന്ത് ചെയ്യുന്നു? ചൈന അവരുടെ ഇന്റഗ്രൽ പാർട്ടാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ തായ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നേഷനാണ്. അവർക്ക് ഈ പറഞ്ഞ സ്വന്തമായിട്ട് ഗവൺമെന്റും സ്വന്തമായിട്ട് ടെറിറ്ററിയും സ്വന്തമായിട്ട് നേവിയും സ്വന്തമായിട്ട് ആർമിയും സ്വന്തമായിട്ട് ഗവൺമെന്റും എല്ലാം ഉള്ള സംവിധാനമാണ്.
ഇപ്പോഴും ഈ പറയുന്ന ചൈന പക്ഷെ ക്ലെയിം ചെയ്യുന്നത് അപ്പുറം അവരുടെ ഒരു അവരുടെ ടെറിട്ടറിയുടെ ഭാഗമാണ് ഈ പറയുന്ന തായ്വാൻ എന്നുള്ളതാണ് അല്ലേ. അപ്പം ഈ സെമി കണ്ടക്ടറുകളുടെ ഈ പറയുന്ന ഒരു തലതൊട്ടപ്പനാണ് ഈ പറയുന്ന തായ്വാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം അന്ന് ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടറുകൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ്. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യിച്ചു മുന്നോട്ടേക്ക് എന്താണ് നിർത്തുക. അതേപോലെ തന്നെ അമേരിക്കയെ കുറിച്ചുള്ള പ്രിയമുള്ള നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയും അത്തരത്തിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ സെമി കണ്ടക്ടറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ തമ്മിൽ ഒരു ചെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള സെമി കണ്ടക്ടർ വിതരണ മേഖലയിൽ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിലേക്ക് ഇന്ത്യ അടുത്തിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് സംരംഭമാണെന്ന് ചോദിച്ചാൽ സംരംഭത്തിന്റെ പേരാണ് പാക്സ് സിലിക്ക എന്നുള്ളത്. പാക്സ് സിലിക്ക. നിങ്ങൾക്കറിയാം സിലിക്ക അല്ലെ, നമ്മളീ പറഞ്ഞ മണ്ണിൽ അടങ്ങിയിട്ടുള്ള സാധനമാണ് സിലിക്ക എന്ന് പറയുന്നത് അല്ലെ. മണൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് സിലിക്ക. അപ്പോൾ ആ ഒരു പേര് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണത്? സിലിക്ക. ഓക്കെ, പാക്സ് സിലിക്ക. ഓക്കെ, വാഷിംഗ്ടൺ ഓഫേഴ്സ് ഇന്ത്യസ് എൻട്രി ഇൻ ടു ദ പാക്സ് സിലിക്ക ബ്ലോക്ക് എന്നുള്ളതാണ് അല്ലേ. പറയുന്ന വാഷിംഗ്ടൺ ഓഫേഴ്സ് ഇന്ത്യ എൻട്രി ഇൻ ടു ദ പാക്സ് സിലിക്ക ബ്ലോക്ക് എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറേ രാജ്യങ്ങളുടെ ഈ പറയുന്ന പേരും കാണാൻ വേണ്ടി സാധിക്കില്ല. ഈ പറയുന്ന സിംഗപ്പൂർ ആയിക്കോട്ടെ അല്ലേ, പറയുന്ന ബ്രിട്ടൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, കൊറിയ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഇന്ത്യയൊക്കെ എന്ത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പാക്സിലേക്കകത്ത്. ഓക്കെ, എന്ത് ഓർത്തിരിക്കണേ. എന്താണ്? അമേരിക്കയെ കാണാൻ സാധിക്കും, ജപ്പാൻ അല്ലെ, ജപ്പാനെ കാണാം, അതേപോലെ ഓസ്ട്രേലിയയെ കാണാം, അതേപോലെ ഈ പറയുന്ന രീതിയിൽ കൊറിയ, സൗത്ത് കൊറിയയെ കാണാം, ഇംഗ്ലണ്ടിനെ കാണാം, സിംഗപ്പൂരിനെ കാണാൻ എന്ത് ചെയ്യാം, പിന്നെ ഇന്ത്യയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മമാരെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, ഇപ്പൊ പാക്സ് സിലിക്ക എന്നുള്ളതാണ് പേര്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ അടുത്ത ചോദ്യം എന്താ നോക്കാം. കയറ്റുമതി സംസ്ഥാനങ്ങളെ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിലെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് അല്ലെ. കയറ്റുമതിക്കായിട്ട് സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള സൂചികയിലെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. 11ാമതാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. എന്താണ് കേരളത്തിന്റെ സ്ഥാനം? എന്താണത്? 11ാമതാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കേരളത്തിന്റെ റാങ്കിങ്ങും നൽകിയിട്ടുണ്ട്, 53.76 എന്നുള്ളതാണ്. ഇപ്പൊ നീതി ആയോഗിന്റെ റാങ്കിങ്ങിൽ ആദ്യം നിൽക്കുന്ന ഈ പറയുന്ന മഹാരാഷ്ട്ര, പിന്നെ തമിഴ്നാട്, പിന്നെ ഗുജറാത്ത്, പിന്നെ ഉത്തർപ്രദേശ്, പിന്നെ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 11ാമത് നമുക്ക് എന്തും പറ്റും കാണാം, ഈ പറയുന്ന കേരളത്തെ നമുക്ക് എന്തും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിലേക്കാളും ഇച്ചിരിയും കൂടെ ചെറിയൊരു അഡ്വാൻസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റാങ്കിലും കേരളത്തിന്റെ മുന്നോട്ടേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ പറയുന്ന സ്ഥലപരിമിതിയും അതേപോലെ തന്നെ വ്യവസായം ഉണ്ട്, ഈ പറയുന്ന വ്യാവസായികമായിട്ട് ഈ പറയുന്ന മുന്നോട്ടേക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന പിന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ കയറ്റുമതിക്കായിട്ട് സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിലെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണത്? 11ാമതാണെന്ന് എന്ത് ഓർത്തിരിക്കുക. കേരളത്തിന്റെ സ്ഥാനം അത് 11. ഓക്കെ, ഇതെന്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ആദ്യ 5 ആരെല്ലാമാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കാൻ വളരെ അത്യാവശ്യമാണ്. ആദ്യ 5ാമത് ഒന്ന് മഹാരാഷ്ട്ര, മറ്റേ തമിഴ്നാട്, പിന്നെ ഗുജറാത്ത്, പിന്നെ ഉത്തർപ്രദേശ്, പിന്നെ ആന്ധ്രാപ്രദേശ് എന്നീ പറയുന്ന സംസ്ഥാനങ്ങളാണ് എന്ത് ചെയ്യുന്നത് മുന്നിലുള്ളത്. മുന്നിലുള്ളത്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത US കാർട്ടൂണിസ്റ്റ് ആരാണെന്നുള്ളതാണ് അല്ലെ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത US കാർട്ടൂണിസ്റ്റ് ആരാണെന്നുള്ളതാണ്. സ്കോട്ട് ആഡംസ് ആണ്. സ്കോട്ട് ആഡംസ്. നോക്കിയേ, ഡെൽബർട്ട് കോമിക്കിലൂടെ പ്രശസ്തനായ US കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന സ്കോട്ട് ആഡംസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളിൽ എന്ത് ചെയ്യുന്നു പറയുന്ന പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2026 ജനുവരിയിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത US കാർട്ടൂണിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണത്? സ്കോട്ട് ആഡംസ് ആണ്. സ്കോട്ട് ആഡംസ്. അപ്പൊ പുള്ളിയുടെ പേര് ഓർത്തിരിക്കുക, സ്കോട്ട് ആഡംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട സൃഷ്ടിയാന്ന് വെച്ചാൽ എന്താണത്? ഡെൽബർട്ടി. അപ്പൊ ഡെൽബർട്ടിയുടെ ഈ പറയുന്ന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അല്ലെ സൃഷ്ടാവായിട്ടുണ്ടായിരുന്ന സ്കോട്ട് ആഡംസ് എന്ത് ചെയ്തു? അന്തരിച്ചു എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്നുള്ളതായിരുന്നു അല്ലെ. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്നുള്ളതാണ് അല്ലെ. പറയുന്ന ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങി വെക്കുക, ഇന്ത്യ തുടങ്ങി വെക്കുക, അതുപോലെ എന്താണ് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. ഓക്കെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. അപ്പം ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാക്കി പറഞ്ഞ എന്താണ്
സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ ഓക്കെ പറയുന്ന സ്റ്റാർട്ടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്തിടെ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? ഒരു കുറേ സ്കീമുകളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സ്കീമുകളെ കുറിച്ചൊക്കെ അല്ലേ? അപ്പം അതിനകത്തൊരു സ്കീമായിരുന്നു ഈ പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അല്ലെ, ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അടങ്ങുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അവരെ എന്ത് ചെയ്യുക, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അല്ലെ. അവർ ഈ പറയുന്ന എന്താണ് നിങ്ങൾക്കറിയാം, അവർ ഈ പറയുന്ന പ്രധാനമായിട്ട് ഈ പറയുന്ന സമൂഹത്തിൽ പിന്നോട്ടേക്കുന്ന ഒരുപാട് ആളുകൾ കണ്ട്, അപ്പൊ അവരെയൊക്കെ ഈ പറയുന്ന ടെക്നോളജി അതേപോലെ തന്നെ ഈ പറയുന്ന അഡ്വാൻസ്മെന്റിലേക്ക് ചില മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അതുകൊണ്ടായിരുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ വന്ന് വലിയ രീതിയിൽ ലോഞ്ച് ചെയ്ത ഒരു സംവിധാനം കൂടിയായിരുന്നു. അവർ ഈ പറയുന്ന ടെക്നോളജികളിലേക്ക് സ്റ്റാർട്ടപ്പുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന് വലിയൊരു ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം എന്താണെന്നുള്ളതാണ്. അത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലെ. എന്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ 2016 മാർക്സ് ദ ലോഞ്ച് ഓഫ് ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, എ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്നുള്ളതാണ് അല്ലേ. നോക്കുക, ഈ പറയാം 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ത് ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ പറയുന്ന ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പുകളൊക്കെ എന്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പം ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിക്കാം. ആദ്യം തന്നെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ ആരെല്ലാമാണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ ലൂയിസും, കാരണം അന്റോണിയോ ലൂയിസും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുലയുമാണ് ഇന്ത്യ. ഓർത്തിരിക്കുക, ജനുവരി 26 റിപ്പബ്ലിക് ദിനമുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് അത് പറയുന്നില്ല. അടുത്തത് കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരം ഏതാണെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, ന്യൂഡൽഹിയാണ്. 4ാം തവണയാണ് ന്യൂഡൽഹി പറയുന്ന അതിനെന്ത് ചെയ്യുന്നത് വേദിയാകുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പം 1969 സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നുള്ള കന്നിയാത്ര പൂർത്തിയാക്കിയ ശേഷം മസ്കറ്റിലെത്തിയ എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണെന്നുള്ളത് അല്ലേ. ഇതാണത് INS കൗണ്ടന്യാണ്. നമ്മൾ പറഞ്ഞു സ്റ്റിച്ച് കപ്പലാണ്. അജന്ത ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ പറഞ്ഞ പഴയ മോഡൽ ഷിപ്പുകളുടെയൊക്കെ എന്താണ് ഒരു എക്സാക്റ്റ് ഒരു കോപ്പിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ കേരളത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഈ പറയുന്ന എന്താണ് സെയിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും മസ്കറ്റിലേക്ക് ആയിരുന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത് നോക്കാം, ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് പുതിയ സംരംഭത്തിലേക്കാണ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവിലേക്കാണ് ഇന്ത്യ അടുത്തിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇതിലേക്കാണ് ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിന്റെ പേര് പാക്സ് സിലിക്ക എന്നുള്ളതാണ്. പാക്സ് സിലിക്ക നമ്മൾ പറഞ്ഞു. എങ്ങനെ പാക്സ് സിലിക്ക എങ്ങനെ ഓർത്തിരിക്കാം? നമുക്കറിയാം പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു മിനറൽ എന്ന് പറഞ്ഞ സിലിക്ക മണലാണ് അല്ലെ, മണ്ണാണ് അല്ലെ. നമ്മൾ പറഞ്ഞ സിലിക്കണാണ് അദ്ദേഹം പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ പാക്സ് സിലിക്ക എന്നുള്ളത്. എന്തുകൊണ്ട് ഈ പറഞ്ഞ പാക്സിലേക്ക് ഈ പറഞ്ഞ ഇന്ത്യ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സെമി കണ്ടക്ടർ ഈ പറയുന്ന സെമി കണ്ടക്ടർ ആയിട്ടുള്ള മിനറൽസിനൊക്കെ ഇഷ്ടംപോലെ കാണപ്പെടുന്ന സ്ഥലവും കൂടിയാണ് ഈ പറയുന്നത് എന്ത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ ഇന്ത്യ ടെക്നോളജിക്കലി മുന്നോട്ടേക്ക് വരുന്ന ഒരു രാജ്യമാണ് അല്ലെ. ഒരുപാട് ഈ പറഞ്ഞ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയൊക്കെ നമ്മൾ ഇന്ത്യ നടത്തുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇച്ചിരി കൂടെ ഈ ഇത്തരത്തിൽ പരിപാടിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് ചൈനയുടെ ഇന്റർവെൻഷൻ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ചൈനയുടെ ഈ പറഞ്ഞ ടെക്നോളജിയിലൊക്കെ അവർ കൊണ്ടുവരുന്ന സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യിച്ചിട്ട് മുന്നോട്ടേക്ക് വലിച്ച് ഈ പറഞ്ഞ യൂറോപ്പിൽ ഇച്ചിരി താല്പര്യമുള്ള രാജ്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതാണത് പാക്സ് സിലിക്ക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഏതെല്ലാം രാജ്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത്. പറഞ്ഞ US ആണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടേക്ക് വരുന്നത്. US ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അതിനകത്ത് അംഗമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കയറ്റുമതിക്കായിട്ട് സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നുള്ളത് സംബന്ധിച്ച് നീതി ആയോഗ് ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ തയ്യാറാക്കിയിട്ടുള്ള സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നുള്ളതായിരുന്നു. കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളതായിരുന്നു. സ്ഥാനം എന്ന് പറയുന്നത് 11 അല്ലെ. 11 എന്ത് ചെയ്യുന്നത് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്നത് അറിയാം അല്ലെ. കേരളത്തിന്റെ മാർഗം എന്ന് പറയുന്നത് കൂടെ കാണാൻ വേണ്ടി സാധിക്കും. നോക്കിയാൽ നീതി ആയോഗിന്റെ സൂചികയിൽ കേരളത്തിന് 11ാം റാങ്ക്, മുൻ വർഷത്തേക്കാൾ നിലകൾ എന്ത് ചെയ്ത് മെച്ചപ്പെടുത്തിയുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഈ പറയുന്ന ആദ്യത്തെ 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്. ഇപ്പം നീതി ആയോഗിന്റെ ഈ സൂചികയിൽ ആദ്യം നിൽക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ആദ്യം മഹാരാഷ്ട്ര, അടുത്ത് തമിഴ്നാട്,
അടുത്തത് ഗുജറാത്ത്, അടുത്തത് UP, അടുത്തത് ആന്ധ്രാപ്രദേശ്. 5 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. അതാണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോം ആണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആന്ധ്രാപ്രദേശ്. അടുത്തത് 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത US കാർട്ടൂണിസ്റ്റ് ആരാണെന്നുള്ളതാണ്. സ്കോട്ട് ആഡംസ് ആണ് എന്ത് ചെയ്യുന്നത്, കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു ലിബർട്ടിയുടെ സൃഷ്ടാവാണ് ആരെന്ന് പറയുന്നത്, സ്കോട്ട് ഈ പറയുന്ന ആഡംസ് എന്ന് പറയുന്നത്. അടുത്തത് ജനുവരി 16 അല്ലേ, ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിന്റെ ആപ്തവാക്യം ഏതാണെന്നുള്ളതായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലെ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. ഓക്കെ, ഇതെന്ത്യ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, EFA, ബെക്കോ, കമ്പനി ബോർഡിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACB അക്കാഡമിയിൽ ഈ പറയുന്നതിനെല്ലാം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന വിളിച്ച് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോകുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടുകൾ ആവശ്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നോട്ട് എന്ത് ചെയ്യും, അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് കരുതുകയാണ്. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു. എല്ലാവർക്കും നല്ലത് ആശംസിക്കുകയാണ്. ബൈ.